ജൂലൈ 6, 2012 വെസ്റ്റ് വിർജീനിയയിലെ സ്റ്റാർ സിറ്റിയിലുള്ള തന്റെ വീട്ടിൽ നിന്ന് 16 വയസ്സുള്ള സ്കൈലാർ നീസ് അപ്രത്യക്ഷയായി. കാണാതായതായി ആദ്യം കരുതിയ കേസ് ഉടൻ തന്നെ വിശ്വാസവഞ്ചനയുടെയും കൊലപാതകത്തിന്റെയും ഒരു ഭയാനകമായ കഥയായി ചുരുളിയുന്നു. സ്കൈലാർ തന്റെ ഉറ്റ സുഹൃത്തുക്കളായ ഷീല എഡ്ഡി, റേച്ചൽ ഷോഫ് എന്നിവരെ കാണാൻ വീട്ടിൽ നിന്ന് ഒളിച്ചോടി. ആ രാത്രിയിൽ പെൺകുട്ടികൾ വാഹനമോടിക്കുന്നത് നിരീക്ഷണ ഫൂട്ടേജിൽ കാണിച്ചിരുന്നു. എന്നാൽ അടുത്തതായി എന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ലായിരുന്നു. ദിവസങ്ങൾ ഒരു സൂചനയും ഇല്ലാതെ കടന്നുപോയി. പക്ഷേ സത്യം ആർക്കും സങ്കൽപ്പിക്കാൻ കഴിയുന്നതിലും വളരെ ഇരുണ്ടതായിരുന്നു. ഒരു വർഷത്തെ നുണകൾക്ക് ശേഷം ഷീലയുടെയും റേച്ചലിന്റെയും രഹസ്യം വെളിച്ചത്തുവന്നു. സ്കൈലാറിനെ കൊന്നതായി അവർ സമ്മതിച്ചു. അവർ അവളെ കാട്ടിലേക്ക് പ്രലോഭിപ്പിച്ചു, ആവർത്തിച്ച് കുത്തി, അവളുടെ ശരീരം പിന്നിൽ ഉപേക്ഷിച്ചു. അവരുടെ ഉദ്ദേശ്യമോ? അവർക്ക് അവളെ ഇഷ്ടപ്പെട്ടില്ല. ഈ കേസ് എല്ലാവരെയും ഞെട്ടിച്ചു. ഒരിക്കൽ ഉറ്റ സുഹൃത്തുക്കളായിരുന്ന 2 പെൺകുട്ടികൾ സ്കൈലാറിനെ ഏറ്റവും ക്രൂരമായ രീതിയിൽ ചതിച്ചു. സ്കൈലറിന്റെ മരണം വ്യക്തമായ കാഴ്ചയിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ചുള്ള ഒരു മരവിപ്പിക്കുന്ന ഓർമ്മപ്പെടുത്തലായിരുന്നു. സ്കൈലറിന്റെ കഥ ദുരന്തത്തിന്റെ കഥ മാത്രമല്ല, ഒരു വേട്ടയാടുന്ന മുന്നറിയിപ്പുമാണ്. ചിലപ്പോൾ നിങ്ങളോട് ഏറ്റവും അടുപ്പമുള്ളവർ തന്നെയാകാം നിങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത്.